ഇന്ന് നമ്മളിതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് മുതിർന്ന പെൺകുട്ടികൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണിത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം ഒരു സ്പൂൺ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നടുവേദനക്കും അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആകാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ലേഹമാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു ചേരുവ ചേർക്കുന്നത് തെങ്ങുംപൂക്കുലിയാണ്. തെങ്ങുംപൂക്കുലിയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും. നമ്മുടെ പ്രസവാനന്തര ചികിത്സയിലൊക്കെ തെങ്ങുംപൂക്കുല ഉപയോഗിക്കാറുണ്ട്, മരുന്നിലൊക്കെ. തെങ്ങുംപൂക്കുല നടുവേദനക്ക് ഒക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിലേക്ക് മൂക്കാത്തത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൂമ്പ് പൊട്ടാത്ത പൂക്കുല വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം ഇതിൽ നിന്നൊന്ന് വേർപ്പെടുത്തിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇത് വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതാ ഒരു 1/4 കപ്പോളം ഉലുവ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കുതിർത്തത് നമ്മൾ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട്, നല്ല വെള്ളത്തിലാണ് കുതിർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ബ്ലഡിലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും, നമ്മുടെ ഈ ഒരു ലേഹത്തിലൊക്കെ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അതിന്റെ ഒരു ഫാറ്റ്, ആ ഒരു കൊളസ്ട്രോൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കാനും അതുപോലെ ഡൈജഷനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഉലുവ. അപ്പൊ ഉലുവയും ഇതിന്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഞാനതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഈന്തപ്പഴം ചേർക്കുന്നുണ്ട്. ഈന്തപ്പഴം കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്, സ്കിന്നിന്റെ തിളക്കം വർദ്ധിക്കാനും അതുപോലെ വിറ്റാമിൻ എ അടങ്ങിയത് കൊണ്ട് തന്നെ സ്കിന്നിന് അധികം കേടുപാടുകളൊന്നും ഇല്ലാതെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള തിളക്കം നിലനിർത്താനായിട്ട് പറ്റൂട്ടോ. പിന്നെ ഉയർന്ന തോതിലുള്ള ഇരുമ്പിന്റെ അംശം ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവൊക്കെ വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് ആരോഗ്യമുള്ള ഒരു സ്കിന്ന് നല്ല തിളക്കമുള്ള ആരോഗ്യമുള്ള സ്കിന്നായിട്ട് നൽകാനൊക്കെ ഈന്തപ്പഴം സഹായിക്കുന്നുണ്ട്. പിന്നെ ഈന്തപ്പഴത്തിന്റെ കൂടെ തന്നെ നമ്മളിതാ ചെറിയുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി കുറച്ചേ എടുത്തിട്ടുള്ളൂ. ചെറിയുള്ളി കുട്ടികൾക്കൊന്നും ഒരുപാട് ഇഷ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് കൂടുതൽ എടുത്തിട്ടില്ല. അപ്പൊ ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയുള്ളിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ വേവിച്ചെടുക്കുന്നത് തേങ്ങയുടെ 2ാം പാലിലാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അതിന്റെ വെള്ളം ചേർത്തിട്ടുള്ള ആ ഒരു പാലിൽ നമ്മൾ ഈന്തപ്പഴം ചെറിയുള്ളിയും കൂടെ വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ തെങ്ങും പൂക്കലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയും ഈത്തപ്പഴവും ഒന്ന് ചൂടാറി വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് തവി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉലുവ കുതിർത്തത് ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മളിതാ വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. വലിയൊരു ചെമ്പാവുമ്പോൾ നമുക്ക് ഒരുപാട് വറ്റി വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് മേലേക്ക് തെറിക്കൂട്ടോ. അപ്പം അങ്ങനെ തെറിക്കുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതാ ഇവിടെ ഒരു വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 3 തേങ്ങയുടെ തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ചെറിയ തേങ്ങയായിരുന്നു. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ശർക്കര പാനി ഇതിലേക്ക് ഒരുപാട് ആവശ്യമായി വന്നിട്ടില്ല. ഒരു 1.25 കിലോ ശർക്കരയിൽ എടുത്തിട്ടുള്ളൂ. കാരണം ഈത്തപ്പഴം അത്യാവശ്യം നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. അത് കൂടുതൽ തന്നെ ഉണ്ടായത് കൊണ്ട് ഒരുപാട് മധുരം നമുക്ക് ആവശ്യമായി വന്നിട്ടില്ല. ശർക്കര പാനി ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരും കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഒരു 3-3.5 മണിക്കൂറൊക്കെ വരും കേട്ടോ, ഈ ഒരു അളവിലുള്ളത് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം വറ്റുന്നതിനനുസരിച്ചിട്ട് മേലേക്ക് ഇങ്ങനെ തെറിക്കൂട്ടോ. അപ്പൊ കുറച്ച് വിട്ട് നിന്നിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിലൊക്കെ എന്തെങ്കിലും ചുറ്റി വെക്കുക കേട്ടോ, കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മളിത് വറ്റി വരുന്നതിനനുസരിച്ചിട്ട് ഇതിലേക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നെയ്യും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളം വറ്റി കഴിഞ്ഞാൽ പിന്നെ തെറിക്കില്ല കേട്ടോ. ഇപ്പൊ തെറിക്കലൊക്കെ ഒന്ന് നിന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതാ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നെയ്യും കൂടെ ചേർത്തിട്ട് ഇളക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പാകം എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങാപ്പാലിലുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യും അതുപോലെ തേങ്ങാപ്പാൽ എണ്ണയായിട്ട് വരുമല്ലോ, അതും കൂടെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ടൈറ്റായിട്ട് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇത് കറക്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈ ആയി വന്നാൽ പിന്നെ ഇത് പെട്ടെന്ന് കേടുവരൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ സൂക്ഷിക്കാം.
അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ആയാലും എണ്ണ ഇല്ലാതെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണയൊന്നും നമുക്ക് ശരീരത്തിലേക്ക് ഒരുപാട് ആവശ്യമില്ല. എന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാറാക്കുമ്പോൾ എണ്ണ ഒരുപാട് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നാൽ എണ്ണ ഇല്ലാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ.